നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. എനിക്ക് അദ്ദേഹവുമായി ഏതാണ്ട് 45 വർഷമായി പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം സ്ഫോടനം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ ആലപ്പുഴയിൽ 1980 ഡിസംബറിൽ വരുന്ന നാൾ മുതൽ 81 ജാനുവരി 5-ാം തീയതിയാണ് ആ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതെങ്കിലും 80 ഡിസംബർ മുതൽ അദ്ദേഹവുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും നല്ല മനുഷ്യൻ, നിഷ്കളങ്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് സുഖമില്ലാതായപ്പോൾ ഈ ലോകം മുഴുവനും വേദനിക്കുന്നതായി, മനുഷ്യസ്നേഹികൾ വേദനിക്കുന്നതായി എനിക്ക് മനസ്സിലായി. അത്രയും വലിയൊരു മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ മമ്മൂക്ക. അദ്ദേഹം ഏതാണ്ട് 5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്. ഇനിയും 100 കണക്കിന് സിനിമകൾ അദ്ദേഹത്തിന് അഭിനയിച്ചു തീർക്കാനുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാവരും വിഷമിപ്പിച്ച ഒരു വാർത്ത നമ്മൾ കേൾക്കാനിടയായി. മനുഷ്യന് അസുഖം വരുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ ഒരാൾക്ക് അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു നാട് മുഴുവൻ ഒരുപക്ഷെ വേദനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. അതിനകത്തൊരു ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഈ മലയാളക്കര മുഴുവൻ ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം കാണാവുന്ന രീതിയിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആത്മബദ്ധമായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മല കയറി അദ്ദേഹത്തിൻ്റെ നാളിൽ അവിടെ വഴിപാട് നടത്തി അദ്ദേഹത്തിൻ്റെ ഇച്ഛാക്കാൻ. അപ്പോൾ മലയാളി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാടിൽ ഒരുപക്ഷെ മമ്മൂട്ടി ഇല്ലെങ്കിൽ മലയാള സിനിമ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിങ്ങനെ നമുക്കെപ്പോഴും അഭിമാനത്തോടെ പറയാവുന്ന രീതിയിൽ ഇങ്ങനെ കത്തിജ്വലിച്ചു പ്രകാശഗോപുരമായി നമ്മുടെ നാടിൻ്റെ അഭിമാനതാരമായിട്ട് അപ്പോഴാണ് നമ്മളെല്ലാം ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവുമായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകരെയും അദ്ദേഹത്തെ സ്നേഹിച്ചവരെയും എല്ലാം സന്തോഷത്തിലായിക്കൊണ്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുവാൻ ഇനിയും നിരവധി വേഷങ്ങൾ ചെയ്ത് നമ്മുടെയൊക്കെ വീണ്ടും സന്തോഷിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നമ്മളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ചെയർമാൻ PM ഹുസൈൻ അവരെ ക്ഷണിക്കുന്നു. മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ആലപ്പുഴയിലെ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ ഹൃദയത്തിലെത്തിയ മനുഷ്യർ, മലയാള സിനിമാ ലോകവും ഇന്ത്യൻ സിനിമാ ലോകവും കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു മഹാനടന്റെ തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസങ്ങളായിരുന്നു. അത്രയേറെ മനുഷ്യരെ സ്വാധീനിച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹാനടനായിരുന്നു മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടാകാൻ കഴിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു മഹാനടനായിരുന്നു. മുഴുവനും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ആഹ്ലാദം പങ്കിട്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ മെസ്സേജുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഇനിയും ഒരു കുറേ നാളുകൾ ഈ മലയാള സിനിമ ഉൾപ്പെടെ സിനിമാ ലോകം കീഴടക്കി അവിടെ വാഴാൻ കഴിയട്ടെ എന്ന് ജഗന്നിയന്താവായ ഈശ്വരനോട്, തമ്പുരാനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കുമുള്ള സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു.